അങ്ങനെ UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ ഈ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കൂട്ടത്തിൽ ഏതാണ്ട് 6ാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. വിവിധ പാർട്ടികൾ പുതിയ സർക്കാരുകൾ വരുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോകാറുണ്ട്, കാണാറുണ്ട്. ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ MLAയോ മന്ത്രിമാരോ ഒക്കെ ആകാറുണ്ട്. പക്ഷേ മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഞാൻ കണ്ട ചില പ്രത്യേകതകൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഒരു പന്തലൊക്കെ ഇട്ട് ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയാണ് ഇത് ഒരുക്കിയതെങ്കിലും ആവേശത്തോടെ ആളുകളുടെ അണമുറിയാത്ത ഒരു പ്രവാഹമായിരുന്നു. ഈ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ ആളുകളിങ്ങനെ പരക്കം പാഞ്ഞൊഴുകുക എന്നൊക്കെ പറയുന്നത് പോലെ അണപൊട്ടി ഒഴുകുന്നത് പോലെയാണ് ഒഴുകിയത്. രാവിലെ ഒരു 6 മണി മുതൽ തന്നെ സ്റ്റേഡിയത്തിലേക്കുള്ള ജനപ്രവാഹം തുടങ്ങി. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങെന്ന് ഓർക്കണം. ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്കുള്ള എല്ലാ വഴികളും പല സ്ഥലത്തുനിന്നും പല രീതിയിൽ നിയന്ത്രിച്ചെങ്കിലും പലരും അവിടേക്ക് എത്തിയത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നടന്നിട്ടാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ എൻ്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണാൻ വീക്ഷിക്കാൻ പോകുന്ന ചടങ്ങുകളിൽ വെച്ച് ഇത്രയും വലിയൊരു ജനക്കൂട്ടം അത് സ്റ്റേഡിയത്തിലോ ചുറ്റുപാടുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനുമപ്പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് അവിടെ ഒത്തുചേർന്നത്. ഒരു നിയന്ത്രണങ്ങൾക്കും പാസിനും ബാരിക്കേഡുകൾക്കും അനൗൺസ്മെൻറ്റുകൾക്കും ഒന്നും ജനങ്ങളെ നിയന്ത്രിക്കാനായില്ല. അതുപോലെയുള്ള ഒരു ഒഴുക്കാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഈ 10 വർഷം ഭരണമില്ലാതിരുന്നതിന് ശേഷം ഇനിയും 3ാം തവണ ഒരു തുടർഭരണം ഉണ്ടാകുമോ എന്നൊക്കെ വിശ്വസിച്ച് അതിനപ്പുറത്തേക്കുള്ളൊരു വിജയം വന്നതോടുകൂടി ഈ പതാകയോടും അല്ലെങ്കിൽ ഈ പാർട്ടികളോടും ഒക്കെയുള്ള സന്തോഷത്തിൽ ആളുകൾ ഒരു പ്രവാഹമായി മാറുകയായിരുന്നു. കോൺഗ്രസിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം ഞാൻ ഓർത്തുപോയി. ആ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിലോ ബ്ലോക്ക് കമ്മിറ്റിയിലോ DCC കമ്മിറ്റികളിലോ ഒന്നുമല്ല ജീവിക്കുന്നത്. ആവേശപൂർവ്വം ആർത്തിരമ്പുന്ന ജനക്കൂട്ടങ്ങളുടെ ഹൃദയത്തിലാണ്. ഇവരാരും ഒരു കമ്മിറ്റിയും കൂടിയിട്ടല്ല ഈ പാർട്ടി നിലനിൽക്കുന്നതും ഒന്നും. അതാണ് സത്യം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിലരെക്കുറിച്ച് പറയുമ്പോൾ ഏതോ നല്ല നേരത്തുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഉണ്ടാക്കപ്പെട്ട സമയമൊക്കെ നല്ലതായിരുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അണികളും. എന്ത് ആരവവും എന്ത് വൈബ്രൻസിയുമായിരുന്നു അവിടെ മുഴുവൻ എന്നതാണ് സത്യം. ഒരുപക്ഷെ ഞാൻ ആ ഖത്തർ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയത്തിൽ ഉണ്ടായതുപോലത്തെ ഒരു ആരവമാണ് അവിടെ ആകെ മുഴങ്ങിക്കേട്ടത്. അതിന് സാക്ഷിയായതുപോലെയുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്റ്റേഡിയത്തിനകത്തേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ആളുകൾ റോഡിലൂടെ ആഹ്ലാദത്തോടെ അങ്ങ് നടക്കുക, എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് നടക്കുക. അതും ഒരു വേറിട്ട കാഴ്ചയായിരുന്നു. നമ്മൾ സാധാരണ മത്സരിച്ച് ജയിച്ചവർക്ക് കിളി പോയി, നിയുക്ത മന്ത്രിമാർക്ക് കിളി പോയ അവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം, തോറ്റവർക്ക് കിളി പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ അനുയായികൾക്ക് തന്നെ കിളി പോയി വിജയത്തിൽ എന്ന് പറയാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു അവിടുത്തെ ജനക്കൂട്ടം. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പിന്നെ മൂന്നാമതായുള്ളൊരു സംഗതി പറയാമെന്ന് വെച്ചാൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദി, ആ വേദിയുടെ ഒരു ഭംഗി ആൾക്കൂട്ടം കൊണ്ട് വല്ലാണ്ടില്ലാതാക്കി. അതെന്നോട് പറഞ്ഞൊരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, അത് ഈ കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വേണ്ടവരും വേണ്ടാത്തവരും, മുൻപും പിൻപും വർഷങ്ങൾക്ക് മുമ്പ് MP ആയവരും പിന്നെ MP ആയവരും തോറ്റവരും ജയിച്ചവരും എന്ന് വേണ്ട മുഴുവൻ ആളുകളും ഏറ്റവും മുൻപന്തിയിലുള്ളത് ഏതാണോ അവിടെ ഇടം പിടിച്ചെങ്കിലേ മതിയാവൂ. ഇതിപ്പോൾ ഇടതുമുന്നണിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞാൻ സാക്ഷിയായപ്പോൾ കണ്ടത് ആ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമല്ലാതെ ഒരാൾ പോലും ആ വേദിയിലുണ്ടായിരുന്നില്ല. ഇതെന്തായിരുന്നു സ്ഥിതി? അതും ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ സംഘാടകർക്ക് പേരിനെങ്കിലും കുറച്ച് ഫാനൊക്കെ മുകളിലിട്ടിരുന്നെങ്കിൽ ആളുകൾക്ക് വലിയ സുഖം കിട്ടിയില്ലെങ്കിലും ഫാൻ ഉണ്ടെന്നുള്ള ഒരു ഫീലിങ്ങിൻ്റെ തണുപ്പെങ്കിലും അവർ ആസ്വദിച്ചേനെ. ഏതായാലും ഗംഭീരമായിരുന്നു, വളരെ ആവേശകരമായിരുന്നു. ഈ കൂടിയ ആൾക്കൂട്ടത്തിൻ്റെ ആവേശത്തിൻ്റെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, എക്സ്പെക്റ്റേഷൻ, അതായിരിക്കും ഈ ഗവൺമെൻറ്റിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ആ എക്സ്പെക്റ്റേഷനോളം എത്ര ഉയർന്ന് സഞ്ചരിക്കാനാവുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും.